GYB ഫാമിലി വ്ളോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് ജ്യോതിഷത്തിൻ്റെ ഈ വരുന്ന സെപ്റ്റംബർ മാസം എങ്ങനെയുണ്ടെന്നുള്ളതിനെ പറ്റിയുള്ള വീഡിയോ ആയിരുന്നു. ആ സീരീസ് 1 മുതൽ കാണാത്തവർ ഈ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ആ പ്ലേലിസ്റ്റ് ആസ്ട്രോളജി 2025 എന്ന് പറഞ്ഞ് ഇട്ടിരിക്കുന്ന ആ പ്ലേലിസ്റ്റിൽ പോയി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ 27 നക്ഷത്രത്തിൻ്റെയും പൊതുസ്വഭാവവും ഒപ്പം അടുത്ത മാസം സെപ്റ്റംബർ മാസം എങ്ങനെയാണെന്നും ഈ ഓണക്കാലം എങ്ങനെയാണെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇന്നിപ്പോൾ ഞാൻ ഇവിടെ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ഉത്രാട നക്ഷത്രത്തെ പറ്റിയാണ്. ഉത്രാട നക്ഷത്രം വളരെ നല്ലൊരു നക്ഷത്രമാണ്. ഉത്രാട നക്ഷത്രത്തിൽ ഉള്ളവർക്ക് പൂരാടവുമായിട്ട് നല്ല പൊരുത്തമുണ്ട്. അതുപോലെ തന്നെ ചോദ്യമായിട്ട് നല്ല പൊരുത്തമുണ്ട്. ഇത്തരം ആൾ അതുപോലെ അവിട്ടവുമായിട്ട് പൊരുത്തമുണ്ട്. പിന്നെ രേവതിയുമായിട്ട് പൊരുത്തമില്ല. അതൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ പൂരാടവും ചോദ്യയും അവിട്ടവും ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം അങ്ങനെയുള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലും ഓണത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ആഘോഷിക്കാൻ പറ്റും ഉത്രാടംകാർക്ക്. അപ്പോൾ കൂടുതൽ നിങ്ങൾ അങ്ങനെയുള്ള ആളുകളോടൊപ്പമാണ് ഇടപഴകുന്നതെങ്കിൽ, അതുപോലെ തന്നെ ഉത്രാടത്തിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു ഗുണദോഷ സംരക്ഷണത്തിൽ കടന്നു പോകുന്ന മാസമാണ് സെപ്റ്റംബർ മാസം. കുഴപ്പമൊന്നും ഉണ്ടാവുകയില്ല. അപ്പം ജോലി തിരക്ക് കൂടുതൽ സാധ്യതയുണ്ട്. ജോലി മുഖേന പല കാര്യങ്ങളും ചെയ്യേണ്ട ഇത് വരുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ടവരെല്ലായിടത്തും കൂടുതലായി ബിസിനസ്സുകാരൊക്കെ കൂടുതൽ ശമ്പളത്തിൽ നിൽക്കുന്ന ആളുകളായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോലി ചിലപ്പോൾ അവധി സമയങ്ങളിൽ ചില സ്ഥാപനങ്ങൾക്കൊന്നും അവധി കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് അധികമായി ജോലി ചെയ്യേണ്ട ഒരു ചെറിയൊരു ടെൻഷൻ ഇവരെ ബാധിക്കാറുണ്ട്. എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യം കൊണ്ടും വളരെയധികം സന്തോഷവും സമാധാനവും ലഭിക്കുന്ന ഒരു മാസമാണ് വരുന്ന സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത്. ഉത്തരവാദിത്തപ്പെട്ടവർ ലളിതമായ ജീവിതശൈലി അവലംബിക്കുന്ന ആളുകളാണ്. പക്ഷേ ഇവരുടെ ജീവിതത്തിൽ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പണം സൂക്ഷിക്കുന്ന കാര്യത്തിൽ അല്പം പിശുക്ക് കാട്ടാറുണ്ട്. അതായത് പണം വീട്ടിലെ ധനത്തിൻ്റെ സ്ഥിതി വീട്ടിൽ മറ്റേതെങ്കിലും ഒരു അംഗത്തിനെ ഏൽപ്പിക്കുക. പണത്തിൻ്റെ കാര്യത്തിൽ ഇവർ തിരിഞ്ഞു നോക്കാതെ വരുന്നൊരു പ്രശ്നം ഇവർക്കുണ്ട്. സ്വന്തം പണമാണെങ്കിലും വീട്ടിലെ മറ്റംഗത്തെ ഏൽപ്പിച്ചിട്ട് പിന്നീട് ആ അംഗം ആ പണം തിരിച്ചു കൊടുക്കാത്ത ഒരു പ്രശ്നവും ഇവരുടെ ജീവിതത്തിൽ വരാറുണ്ട്. അതൊന്ന് സൂക്ഷിക്കുകയാണെങ്കിൽ ആഘോഷവേളകൾ സ്വന്തം ചെലവിൽ നിന്ന് തന്നെ എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ പണം മറ്റൊരാളെ ഏൽപ്പിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെയധികം ശ്രദ്ധിച്ചൊന്ന് നീങ്ങുവാണെങ്കിൽ ഉത്രാടംകാരുടെയും ഈ വരുന്ന സെപ്റ്റംബർ മാസവും ഓണക്കാലവും വളരെയധികം ഭംഗിയാവുന്നതാണ്. അടുത്തടുത്ത് തിരുവോണം നക്ഷത്രക്കാരെ പറ്റിയാണ് പറയുന്നത്. തിരുവോണം നക്ഷത്രക്കാർക്ക് എപ്പോഴും അവരെ ഈ ഓണമെന്ന് പറയുന്ന ഒരു വാക്ക് തന്നെയാണ് തിരുവോണം. ഇപ്പോൾ തിരുവോണം നക്ഷത്രക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഈ വളരെ എല്ലാ ദിവസവും ഓണമാണ് അവർക്ക്. കാരണം അവർക്ക് എല്ലാ സ്ഥലത്തും ചെന്നാലും അവർക്ക് ഒരു അംഗീകാരം ലഭിക്കും. ആരും അവരെ മാറ്റി നിർത്തുകയില്ല. എല്ലാ ആളുകളും അവരെ ബഹുമാനിക്കും. 27 നക്ഷത്രത്തിൽപ്പെട്ടവരുമായിട്ടുള്ള പൊരുത്ത വ്യത്യാസമൊന്നും ഇവർക്ക് നോക്കേണ്ടതായ ആവശ്യമൊന്നുമില്ല. 27 നക്ഷത്രത്തിൽപ്പെട്ടവർക്കും ഇവരുടെ അംഗീകാരങ്ങൾ ലഭിക്കും. 27 നക്ഷത്രക്കാർ ഇവരെ മാനിക്കും. അകറ്റി നിർത്തുന്ന ഇടപാട് ഇല്ല. ഇവരുടെ ജീവിതത്തിൽ അകറ്റി നിർത്തുന്ന ഒരു കാര്യമില്ല. ഈ തിരുവോണ നക്ഷത്രക്കാരെ എല്ലാ ആളുകളും അംഗീകരിക്കുന്ന ഒരു നക്ഷത്രമാണ് തിരുവോണ നക്ഷത്രം. എല്ലാ രീതിയിലും ഭക്ഷണങ്ങൾ എവിടെ ചെന്നാലും ഭക്ഷണങ്ങൾ ലഭിക്കുക, എവിടെ ചെന്നാലും ആളുകൾ സ്വീകരിച്ചിരുത്തുക, ഒരകലച്ച അല്ലെങ്കിൽ മുഖം തിരിക്കുന്ന ഒരു പരിപാടി തിരുവോണംകാരോട് ആരും കാണിക്കില്ല. 27 നക്ഷത്രത്തിൽപ്പെട്ട എല്ലാ ആളുകളോടും വളരെ മാന്യമായിട്ട് ഇടപെടുന്ന ആളുകളാണ് തിരുവോണം നക്ഷത്രക്കാർ. അതുപോലെ തന്നെ കർക്കശമായ വാക്കുകൾ ഉപയോഗിക്കുകയും തൻ്റെ ഇടം ധൈര്യം തുടങ്ങിയവ എല്ലാം തിരുവോണംകാരുടെ ഒരു മുഖമുദ്രയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരുവോണ നക്ഷത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ഇവരെ കൂടുതലും ശമ്പളത്തിൽ നിൽക്കുന്ന ജോലിയായിരിക്കും ഇവർ ചെയ്യുക. കൂടുതലായിട്ടും സ്വന്തമായി ഒരു ബിസിനസ് ചെയ്യുക എന്ന് പറയുന്നത് ഇവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ഇവർക്ക് കൂടുതൽ യാത്രകളുണ്ട്, കൂടുതൽ സുഹൃത്തുക്കൾക്ക് എണ്ണം കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ ആഘോഷങ്ങൾ എല്ലാ ദിവസവും ആഘോഷങ്ങൾ, ഏതാഘോഷം അതുപോലെ ഏത് മാസവും എല്ലാം ഇവർക്ക് ഒരുപോലെ തന്നെയാണ്. ഇവരുടെ ഒരു സുഹൃത്ത് വലയത്തിനകത്തായിരിക്കും ഇവരെപ്പോഴും സുഹൃത്തുക്കളോടൊപ്പം ആയിരിക്കും. വീട്ടിൽ തനിച്ചിരിക്കുന്ന ശീലമൊന്നും ഇവർക്കില്ല. ഇവർ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അന്നേരം തന്നെ ഏതെങ്കിലും സുഹൃത്തിൻ്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ സുഹൃത്തിനോടൊപ്പം മറ്റു സ്ഥലങ്ങളിലേക്ക് യാത്ര പോവുകയോ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ അവനെ തിരുവോണ നക്ഷത്രക്കാരെ ഒന്ന് വാഹനം ഉപയോഗിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കേണ്ടതാണ്. കാരണം വാഹനോപയോഗം ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു മാസമാണ് സെപ്റ്റംബർ മാസം, ഓണത്തിൻ്റെ സമയം. അതുപോലെ തന്നെ ചില ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് ഒരു ചെറിയ കൺട്രോളിങ് ചെയ്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറയാനുള്ളത്. ബാക്കിയെല്ലാം കൊണ്ടും തിരുവോണ നക്ഷത്രം ഒരു അനുഗ്രഹിക്കപ്പെട്ട നക്ഷത്രമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വന്നു ചേരാറില്ല. ആരോഗ്യസ്ഥിതിയിൽ അവർക്ക് അമിത ഭാരം വരുന്നത് മാത്രമാണ് അവർക്കൊരു പ്രശ്നം വരുന്നത്. അമിതഭാരം തിരുവോണ നക്ഷത്രത്തിലുള്ളവർക്ക് കൊളസ്ട്രോൾ പോലുള്ള രോഗങ്ങൾ ചാടിപ്പിടിക്കാനുള്ള ഒരു അവസ്ഥ വരാറുണ്ട്, സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്ഷണ കാര്യങ്ങളിൽ ഒരു ചെറിയ മിതത്വം പാലിക്കുന്നതും നല്ലതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തിരുവോണത്തിന് ഈ ഒരു ഓണക്കാലമല്ല എല്ലാ കാലവും
നീങ്ങിപ്പോകുന്നതാണ്. കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തൊരു നല്ലൊരു നക്ഷത്രമാണ് തിരുവോണം. തിരുവോണ നക്ഷത്രക്കാർക്ക് രേവതിയുമായിട്ട് നല്ല പൊരുത്തമുണ്ട്. അത് പിന്നെ രോഹിണിയുമായിട്ട് പൊരുത്തമുണ്ട്. അപ്പോൾ അത്തരമുള്ള ആളുകളാണ് നിങ്ങളുടെ ചുറ്റുമുള്ളെങ്കിൽ നിങ്ങൾ 2 പേര് മാത്രം മതിയാവും ആഘോഷങ്ങൾക്ക്. നിങ്ങൾ 2 പേര് മാത്രമുള്ള ആഘോഷമാണെങ്കിലും വളരെയധികം ബൃഹത്തായ ഒരു ആഘോഷമായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. കാരണം ആ പൊരുത്ത നക്ഷത്രക്കാരോടാണെങ്കിൽ കൂടുതൽ തിരുവോണംകാർക്ക് ഒന്നിലധികം ആളുകളോടൊപ്പം ആഘോഷിച്ചില്ല, വെറും 2 ആളുകളുണ്ടെങ്കിലും ഒരു ആഘോഷത്തിൻ്റെ പ്രതീതി കൊണ്ടുവരാൻ തിരുവോണംകാർക്ക് പ്രത്യേക കഴിവുണ്ട്. അതുകൊണ്ട് അതും നടക്കുന്ന കാര്യം തന്നെയാണ്, വളരെയധികം നല്ല രീതിയിൽ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ തിരുവോണംകാർക്ക് നല്ലൊരു കാലമാണ് വരാനായിട്ട് പോകുന്നത്, ഒരു കുഴപ്പമില്ലാത്തൊരു കാലമാണ് വരാൻ പോകുന്നത്. അടുത്തായിട്ട് വരുന്ന അവിട്ടമാണ്. അപ്പോൾ അവിട്ട നക്ഷത്രം വളരെ നല്ലൊരു നക്ഷത്രമാണ്. അവിട്ട നക്ഷത്രം ആരുടെ മുമ്പിൽ തലകുനിക്കാത്തൊരു നക്ഷത്രമാണ്. അവിട്ട നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവത്തെപ്പറ്റി മനസ്സിലാക്കണമെങ്കിൽ ഞാൻ അസ്ട്രോളജി 2025 എന്ന് പറഞ്ഞ് ചെയ്തിരിക്കുന്ന പ്ലേലിസ്റ്റ് പോയി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം. അതിൽ നിങ്ങൾക്ക് അവിട്ട നക്ഷത്രത്തെപ്പറ്റി പഠിക്കാം. അവിട്ട നക്ഷത്രമായിട്ട് പൊരുത്തമുള്ള ഉത്തരാട നക്ഷത്രത്തിന് പൊരുത്തമുണ്ട്. അങ്ങനെ കുറച്ച് നക്ഷത്രങ്ങൾക്ക് പൊരുത്തമുണ്ട്. എന്നാലും പൊരുത്തം നോക്കേണ്ട ആവശ്യമില്ല. എല്ലാവരുടെയും മേളിൽ ഒരു നായക സ്ഥാനം ലഭിക്കാനുള്ള ഒരു യോഗ്യത അവിട്ടത്തിനുണ്ട്. അവിട്ടം ഒരിക്കലും മറ്റ് ആളുകളുടെ മുമ്പിൽ തലകുനിക്കാത്തതുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് അവിട്ടംകാർ. ഇല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് എന്തെങ്കിലും പണിയെടുപ്പിക്കുന്നവരാണ് അവിട്ടംകാർ. ഏതെങ്കിലും മതസംഘടനകളിൽ എപ്പോഴും കൃത്യമായി പ്രവർത്തിക്കുന്നവരാണ് അവിട്ടംകാർ. ഈശ്വര വിശ്വാസം കൂടിയ ആളുകളാണ് അവിട്ടംകാർ. ഇത്രയും കാര്യങ്ങൾ അവിട്ടംകാർക്കുണ്ട്. അതുപോലെ വിനയമുള്ള സ്വഭാവം, എല്ലാവരെയും ഒരേ രീതിയിൽ കാണാനുള്ള ഒരു മനസ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിട്ടുണ്ട്. പക്ഷേ ആരുടെ മുമ്പിലും തല കുനിക്കത്തില്ല എന്നുള്ള ഗർവമുള്ളതുകൊണ്ട് തീർച്ചയായും ഒരു ടീം ലീഡറാക്കാൻ പറ്റിയ ആളുകളാണ് അവിട്ടത്തിലുള്ളവർ. അതുകൊണ്ട് തന്നെ ഒരു ആഘോഷമല്ല, ഒരു ആഘോഷം നടത്തിക്കൊണ്ട് പോകുന്ന പ്രതീതിയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഓണമായിക്കോട്ടെ ഏതായിക്കോട്ടെ ഒരു ആഘോഷം നടത്തുന്ന പ്രതീതിയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ചിലവ് മുഴുവൻ നിങ്ങളുടെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിട്ടംകാർക്ക് ധനപരമായ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകാതെ കൂടി നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ആഘോഷങ്ങൾ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. 27 നക്ഷത്രക്കാരെയും പൊരുത്തമൊന്നും നോക്കാതെ തന്നെ നിങ്ങൾക്ക് അനുസരിപ്പിക്കാനുള്ള കഴിവുണ്ട്. നിങ്ങളുടെ കീഴുദ്യോഗസ്ഥരായിട്ടുള്ളവർ നക്ഷത്രം ചേർത്തില്ലാത്ത ആളുകളാണെങ്കിൽ പോലും നിങ്ങൾ അനുസരിക്കുന്നതാണ്. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും നിൽക്കില്ല. സെപ്റ്റംബർ മാസം നിങ്ങൾക്ക് കുഴപ്പമില്ലാതെ തന്നെ കടന്നു പോകും. ബിസിനസ്സിൽ എപ്പോഴും ഉയർച്ചയും താഴ്ചയും ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. അതും ഈ ഒരു ഗ്രഹത്തിൻ്റെ ചാരഫലമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ആ സമയത്ത് ഒരു ബിസിനസ്സിൻ്റെ രീതി കൊണ്ട് മാത്രമാണ് സംഭവിക്കുന്നത്. മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആഘോഷങ്ങളും നിങ്ങൾക്ക് വളരെ സുഗമമായിട്ട് ആഘോഷിക്കാവുന്നതാണ്. അവിട്ടംകാർക്ക് കുഴപ്പമൊന്നുമില്ലാത്തൊരു നക്ഷത്രമാണ് അവിട്ടം. പിന്നെ ആരോഗ്യ കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും. പ്രഷർ മുതലായ രോഗങ്ങൾ നിങ്ങൾക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം കറക്റ്റ് സമയത്ത് കഴിക്കാത്തൊരു പ്രശ്നവും നിങ്ങൾക്കുണ്ട്. ഭക്ഷണം കറക്റ്റ് സമയത്ത് കഴിക്കാത്തത് നിങ്ങളുടെ ജോലിഭാരം കൊണ്ടാണ്. ഭക്ഷണത്തിൻ്റെ സമയം വളരെയധികം വൈകുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഇത് കാരണം തലകറക്കം മറ്റ് പ്രശ്നങ്ങളെല്ലാം നിങ്ങളെ ബാധിക്കാറുണ്ട്. അതുപോലെ പ്രഷർ താഴേക്കിറങ്ങുക, പ്രഷർ വർദ്ധിക്കുക തുടങ്ങിയ രോഗങ്ങൾ നിങ്ങളെ ബാധിക്കാറുണ്ട്. അതുപോലെ ചില ലഹരി വസ്തുക്കൾ മദ്യം മുതലായവ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് തല കറങ്ങുകയും പെട്ടെന്ന് തന്നെ തലയ്ക്ക് പിടിക്കുന്ന ഒരു പ്രശ്നവും, ചെറിയ തോതിൽ പോലെയുള്ള മദ്യം ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ വീണു പോകുന്ന അവസ്ഥയും ചില അവിടുത്തെ നക്ഷത്രക്കാരിലുണ്ട്. അതുകൊണ്ടും കൂടി വളരെയധികം സൂക്ഷിച്ച് അത്തരം കാര്യങ്ങൾ ആഘോഷവേളകളിൽ ഒന്നുകിൽ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ ചെയ്യുകയാണെങ്കിൽ ഒരു ലിമിറ്റ് കണ്ട് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ആഘോഷങ്ങളും സെപ്റ്റംബർ മാസവും നല്ല രീതിയിൽ കടന്നു പോകുന്നതായിരിക്കും. അടുത്തതായിട്ട് ചതയ നക്ഷത്രത്തെ പറ്റിയാണ് പറയുന്നത്. ചതയ നക്ഷത്രത്തിൻ്റെ പൊതുസ്വഭാവങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ അസ്ട്രോളജി 2025 എന്ന് പറഞ്ഞ് ചെയ്തിട്ടിരിക്കുന്ന ആ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ചതയ നക്ഷത്രത്തിൻ്റെ സ്വഭാവ പ്രത്യേകതകൾ. അമിതമായിട്ട് എല്ലാവരുടെയും കാര്യങ്ങളിൽ സ്വാതന്ത്ര്യമെടുക്കുന്ന ഒരു നക്ഷത്രമാണ് ചതയം. അത് പല ആളുകൾക്ക് ചിലപ്പോൾ ദേഷ്യം ഊർച്ച ഉണ്ടാക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ മറ്റുള്ള നക്ഷത്രക്കാരുമായിട്ട് പെട്ടെന്ന് വിരോധത്തിൽപ്പെടാൻ പറ്റുന്ന ഒരു നക്ഷത്രം കൂടിയാണ് ചതയം. എന്നാലും പൊരുത്തക്കാരുമായിട്ടും വഴക്ക് സാധാരണ വീഴുന്നൊരു നക്ഷത്രമാണ് ചതയം. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ പൊരുത്തമുള്ള നക്ഷത്രമാണെങ്കിലും ചിലപ്പോൾ ഉള്ള വാക്കുതർക്കങ്ങൾ ആ നക്ഷത്രക്കാരോടും 27 നക്ഷത്രക്കാരോടും ചില സംഭവങ്ങളിൽ ചതയമായിട്ട് വാക്കുതർക്കം ഉണ്ടാകാണ്ടായി വരാറുണ്ട്. ചതയമായിട്ട് നല്ല പൊരുത്തമുണ്ട് രേവതിക്ക്, ചതയമായിട്ട് നല്ല പൊരുത്തമുണ്ട് തൃക്കേട്ടയ്ക്ക്, ചതയമായിട്ട് നല്ല പൊരുത്തമുണ്ട് അശ്വതിക്ക് പൊരുത്തമുണ്ട്. പക്ഷേ ചതയംകാരുടെ ചില അഭിപ്രായങ്ങൾ ഈ പറയുന്ന മറ്റ് നക്ഷത്രക്കാർക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാനായെന്ന് വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ദേഷ്യം വളരെയധികം പിടിച്ചെന്ന് വരും. ചോദ്യ നക്ഷത്രമായിട്ടും ചതയത്തിന് നല്ല പൊരുത്തമുണ്ട്, കുഴപ്പമില്ല പോകും. പക്ഷേ എങ്കിലും ഈ പൊരുത്തമുള്ള നക്ഷത്രക്കാരോടും പൊരുത്തമില്ലാത്ത നക്ഷത്രക്കാരോടും ഒരേ മനോഭാവത്തിലാണ് ചതയം നിൽക്കുന്നത്. എല്ലാ ആളുകളെയും ഹെൽപ്പ് ചെയ്യുന്ന സ്വഭാവം ഉണ്ടെങ്കിലും ഒപ്പം ചില അഭിപ്രായങ്ങൾ ചിലരുടെ മുഖത്ത് നോക്കി പറയുന്നത് ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരികയില്ല. അപ്പോൾ ആവശ്യമില്ലാത്ത സ്വാതന്ത്ര്യം പല ആളുകളുടെയും ജീവിതത്തിലേക്ക് വളരെയധികം കയറി കൈ കടത്തുന്നത് ഒന്ന് ചെറുതായിട്ട് കുറയ്ക്കുകയാണെങ്കിൽ ചതയ നക്ഷത്രത്തിന് ഏതൊരു ആഘോഷവേളയും മുന്നോട്ട് കൊണ്ടുപോകാനാണ്. അതുപോലെ ശനിദശ പിടിക്കുമ്പോൾ പണം ലഭിക്കുകയും ശനിദശ ഇല്ലാത്ത സമയങ്ങളിൽ പണം കുറയുകയും ചെയ്യുന്നതായ ഒരു
നക്ഷത്രം കൂടിയാണ് ചതയം. ഏറ്റവും കഷ്ടകാല സമയത്ത് കൂടുതൽ പണം കിട്ടുകയും കോടിക്കണക്കിന് പണം കിട്ടുകയും ചെയ്യുന്ന ഒരു നക്ഷത്രമാണ് ചതയം. മനസ്സമാനം തീരെ ഉണ്ടാവില്ല, പക്ഷെ പണം ഉണ്ടാവും. മനസ്സമാനമുള്ള സമയങ്ങളിൽ പണം കാണത്തില്ല. ഇതാണ് ചതയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കൈ വരുന്ന ധനത്തിൻ്റെ മുക്കാൽ പങ്കും ഉപയോഗിക്കാനും സാധിക്കാതെ വരും. കാരണം അത് ഉപയോഗിക്കാൻ പറ്റുന്നതിൽ കൂടുതൽ ചിലപ്പോൾ നിങ്ങൾക്ക് രോഗാവസ്ഥയോ മറ്റ് പ്രശ്നങ്ങളോ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പണം പൂർണ്ണമായി ഉപയോഗിക്കാൻ പറ്റുകയില്ല. പണം സൂക്ഷിച്ചു വെക്കാനും പണക്കാരൻ അല്ലെങ്കിൽ പണക്കാരിയായി ഇരിക്കാൻ മാത്രമേ നിങ്ങളെക്കൊണ്ട് സാധിക്കൂ. പണം സൂക്ഷിച്ചു വെക്കുവാനായിട്ടുള്ളതോ മറ്റു കാര്യങ്ങളോ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. കാരണം പണം വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു രോഗാവസ്ഥ ഉണ്ടായിരിക്കും. ആ രോഗാവസ്ഥ കൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾക്ക് പണം പൂർണ്ണമായി ആസ്വദിക്കാനോ ഒന്നും സാധിക്കുകയില്ല. പിന്നെ ജീവിതത്തിൽ കൂടെയുള്ള പങ്കാളിയുമായിട്ട് വാക്കുതർക്കം എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ വരാറുണ്ട്. അത് പൊരുത്തമുള്ള നക്ഷത്രമാണെങ്കിലും പൊരുത്തമില്ലാത്തവരാണെങ്കിലും അന്യോന്യം വാക്കുതർക്കങ്ങൾ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കുന്ന അല്പം കുറച്ച് വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ആഘോഷങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ തന്നെ ചതയംകാരെ കണ്ടെത്താൻ ഞാനൊരു മാർഗം പറഞ്ഞിരുന്നു. ചതയം നക്ഷത്രത്തിലുള്ളവരാണെങ്കിൽ തീർച്ചയായും ഇരുണ്ട നിറമുള്ളവരുമുണ്ട്, വെളുത്ത നിറമുള്ളവരുമുണ്ട്. കൂടുതൽ ഉള്ളവർ വെളുത്ത നിറമുള്ളവരാണെങ്കിൽ തീർച്ചയായും അവർ മെലിഞ്ഞ ആളുകളായിരിക്കും. ഇരുണ്ട നിറമുള്ളവരാണെങ്കിൽ തീർച്ചയായും തടിയുള്ള ആൾക്കാരായിരിക്കും. ചതയ നക്ഷത്രത്തിൽ മാത്രമേ ഇങ്ങനെയുള്ളൂ. മറ്റുള്ള നക്ഷത്രത്തിലുള്ളവർക്കെല്ലാം ഒരു രൂപമായിരിക്കും. കാരണം വെച്ചാൽ ഇപ്പോൾ അശ്വതി നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് കൂടുതലും തടിയുള്ള ആളുകളുമുണ്ട്, പൊക്കമുള്ള ആളുകളുമുണ്ട്. പക്ഷേ ഒരു 5.5 അടി കൂടുതൽ അശ്വതി നക്ഷത്രക്കാർക്ക് ഉയരം വെക്കാറൊന്നുമില്ല. പിന്നെ മുഖത്തിൻ്റെ രീതി എപ്പോഴും തെളിഞ്ഞ നെറ്റി, വിടർന്ന പുരുകങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ തന്നെ ലക്ഷണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അശ്വതി നക്ഷത്രക്കാർക്ക് മിനിമം കൂടുതൽ ആളുകൾക്കും 5.5 അടി അല്ലെ 5.5 ഇഞ്ച് കൂടുതലൊന്നും അശ്വതി നക്ഷത്രക്കാർക്ക് ഉയരം വെക്കാറില്ല. പതിവ് അങ്ങനെ ചാൻസ് ഇല്ല പലർക്കും. ചില ആളുകൾക്ക് മാത്രം അശ്വതി 1-ാം ഭാഗത്തിൽ വരുന്നവർക്ക് ഉയരം വെക്കാറുണ്ട്. പിന്നെ ചില അസുഖങ്ങൾ പ്രശ്നങ്ങൾ കാരണം അശ്വതി നക്ഷത്രക്കാർക്ക് പല വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ഇരുണ്ട നിറമുള്ളവരാണെങ്കിലും കൂടുതൽ ആളുകളും മെലിഞ്ഞ ആളുകളായിരിക്കും. മെലിഞ്ഞ ആളുകളാവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുതിരയാണ് ഇവരുടെ മൃഗമെന്ന് പറഞ്ഞു. മറ്റെന്തെങ്കിലും രോഗങ്ങൾ മുഖേന മാത്രമേ അശ്വതിയിലുള്ള ആളുകൾക്ക് അമിതമായ വണ്ണമോ അല്ലെങ്കിൽ തടിയോ ഭാരമോ വെക്കാറുള്ളൂ. അല്ലാതെ മുക്കാൽ പങ്കും അശ്വതി നക്ഷത്രത്തിലുള്ള ആളുകൾക്ക് ശരീരം മെലിഞ്ഞ ശരീരമായിരിക്കും. കാരണം കുതിരയാണ് ഇവരുടെ നക്ഷത്ര ജീവി എന്ന് പറയുന്നത്. കുതിരയുടെ രീതിയിൽ തന്നെയായിരിക്കും ഇവരുടെ ഒരു സ്റ്റൈലും മൊത്തത്തോടു കൂടി. അതുകൊണ്ട് അവരുടെ ശരീരപ്രകൃതി എപ്പോഴും ഒരു മെലിഞ്ഞ ശരീരപ്രകൃതി തന്നെയായിരിക്കും ഇവിടെ ഇരിക്കുക. അതുപോലെ തന്നെ ചതയത്തെ കണ്ടുപിടിക്കാനുള്ള പറഞ്ഞതെന്ന് വെച്ചാൽ ചതയത്തിൻ്റെ മൃഗവും നക്ഷത്ര മൃഗവും കുതിരയാണ്. പക്ഷേ ചതയത്തിൻ്റെ ശരീരത്തിൽ വ്യത്യാസമുണ്ട്. വെളുത്ത ആളുകളാണ് ചതയ നക്ഷത്രമുള്ളെങ്കിൽ അവർ തീർച്ചയായും തീരെ മെലിഞ്ഞ ആളുകളായിരിക്കും. തടിയുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായും അവർ ഇരുണ്ട് കറുത്തിയുള്ളതായിരിക്കും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അശ്വതി നക്ഷത്രത്തിലുള്ള മിക്ക ആളുകൾക്കും 2-ാം ഭാഗത്തിൽ വരുന്നവർക്ക് മാത്രം അല്പം ഇരുണ്ട നിറമായിരിക്കും. അശ്വതി 1-ാം ഭാഗത്തിൽ വരുന്നവർക്കെല്ലാം വെളുത്ത നിറമാണ് സാധാരണ ഉണ്ടാകുന്ന ആളുകളാണേലും. അത് ഒരു പാരമ്പര്യമായി കറുത്ത ആളുകളെന്നുള്ളതല്ല, വെളുത്ത ആളുകളാണ് മുക്കാൽ പങ്കും ആളുകളും. കാരണം കറുത്ത ഒരു നിറം ഉണ്ട് എങ്കിൽ പോലും സാധാരണ അത്തരം ആളുകൾക്ക് ഉണ്ടാകുന്ന കുട്ടികൾ ചിലപ്പം വെളുത്ത ആളുകളായിരിക്കും അശ്വതി നക്ഷത്രത്തിൽ വരുന്നവർ. 1-ാം ഭാഗത്തിൽ വരുന്നവർക്ക് സർക്കാർ ജോലി മുതലായ കാര്യങ്ങളെല്ലാം ഞാൻ ആ ലക്ഷണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. 2-ാം ഭാഗത്തുള്ളവർക്ക് ഇരുണ്ട നിറം പ്രശ്നങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. 3-ാം ഭാഗത്തിൻ്റെയും 4-ാം ഭാഗത്തിൻ്റെയും പ്രത്യേകതകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചതയത്തിൻ്റെ മൃഗവും കുതിര തന്നെ ആയതുകൊണ്ട് എടുത്തുചാട്ടം, ദേഷ്യം, അതുപോലെ തന്നെ ലക്ഷ്യങ്ങൾ വിജയിക്കുന്ന വരെയുള്ള യാത്ര, ഏത് ലക്ഷ്യത്തിലേക്കും കയറി ചെല്ലാനുള്ള ധൈര്യം, അതുപോലെ ലക്ഷ്യം വിജയിക്കുന്നവരെ അതിനെ പഠിക്കാനുള്ള ഒരു കഴിവ്, അതിനെ പഠിച്ച ശേഷം അവർ മുന്നോട്ടുണ്ട്. ചതയ നക്ഷത്രത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, മരുന്നിൻ്റെ എന്തെങ്കിലും ഒരു പ്രവർത്തനമായിട്ട് അവരുടെ ജീവിതത്തിൽ എപ്പോഴും അവർ ജോലി ചെയ്തിരിക്കും. ചതയ നക്ഷത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് വൈദ്യം. കാരണം വൈദ്യത്തിൻ്റെ ഒരു നാഥൻ ഇവർക്കുണ്ട്, നക്ഷത്രനാഥന്. അതിനെപ്പറ്റിയൊക്കെ പിന്നീട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവരുടെ ഒരു വൈദ്യത്തിൻ്റെ ഒരു ഇതും കൂടി ഇവർക്ക് കിടക്കുന്നതുകൊണ്ട് തീർച്ചയായും ഇവർ മരുന്നുമായി ബന്ധമുള്ള എന്തെങ്കിലും ഒരു ജോലി ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങൾ വീഡിയോ കാണുന്ന നിങ്ങൾ ഒന്നുകിൽ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, പക്ഷേ ആ ജോലി നിങ്ങൾ ഉപേക്ഷിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അതല്ല നിങ്ങളുടെ ജോലി, പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തവണയിലും മരുന്നുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ജോലി നിങ്ങൾ ചെയ്തിരിക്കും. അത് കഴിയുമ്പോൾ നിങ്ങളുടെ ജോലി വിടും. നിങ്ങൾക്ക് പിന്നീട് വരുന്ന ഒരു ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമൂഹിക സേവനമാണ്. സാമൂഹിക സേവനം വന്നു കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ജോലികൾ മാറാറുണ്ട്. ചില ആളുകൾ അധ്യാപകരാവാം, ചില ആളുകൾ തീർച്ചയായും മേക്കപ്പ് മുതലായി ചെയ്യുന്ന ജോലികളിലേക്ക് കടന്നു പോകാറുണ്ട്. ഇതാണ് കൂടുതലായിട്ടും ചതയം ചെയ്യുന്നത്. അവസാന സമയങ്ങളിൽ അവർ ചെയ്യുന്ന ജോലികൾ അങ്ങനത്തെ രീതികളിലേക്ക് മാറും. പക്ഷേ ആദ്യകാലങ്ങളിൽ അവർ ചെയ്തുകൊണ്ടിരുന്ന ജോലികൾ മരുന്നുമായി ബന്ധപ്പെട്ട ജോലികൾ തന്നെയായിരിക്കും. ഏറ്റവും ആദ്യം കിട്ടുന്ന ജോലിയും മരുന്നുമായി ബന്ധപ്പെട്ട ജോലി തന്നെയാണ് ചതയംകാർക്ക് എപ്പോഴും ഉണ്ടാവുക. അല്ല അങ്ങനെ അത് എന്താണെങ്കിലും അവരൊന്ന് വിട്ടുപോകും. ആ ജോലിയല്ല അവരുടെ ജോലി, അത് വിട്ടുപോകും. അത് ജോലി ചെയ്യിക്കാൻ മാത്രമായിട്ട് അവരെ നിയോഗിക്കപ്പെട്ട മാത്രമാണ് ചതയംകാർക്ക്. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. പിന്നെ സാമ്പത്തികമായി ഉയർച്ച വരുന്ന അവരുടെ ഏറ്റവും മനസ്സമാനം കുറഞ്ഞിരിക്കുന്ന സമയത്ത് മാത്രമായിരിക്കും
അവർക്ക് സാമ്പത്തിക ഉയർച്ച വരുന്നത്. അപ്പം എപ്പോഴും പണം കൈവശം ഉള്ളതുകൊണ്ട് തന്നെ പണത്തിൻ്റെ കാര്യത്തിൽ മറ്റുള്ളവരോട് തലകുനിക്കേണ്ടി വരികയില്ലെന്നും സ്വന്തമായി ജോലി ചെയ്ത് അധ്വാനിച്ച് പണം എപ്പോഴും കൈവശം ഉള്ളതുകൊണ്ടും തീർച്ചയായും എല്ലാ ആഘോഷങ്ങളും ഒരുപോലെ പോകും. സെപ്റ്റംബർ മാസം വളരെ നല്ല രീതിയിൽ പോകുന്ന ഒരു മാസം തന്നെയാണ് നിങ്ങളുടെ ഒരു ഫലം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പൂരുരുട്ടായ നക്ഷത്രത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ നരനാണ് ഇവരുടെ ദൈവം, നക്ഷത്ര ദൈവം. നരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ തന്നെയാണ്, ഒരു മനുഷ്യൻ്റെ ഒരു മൃഗം എന്ന രീതിയിൽ. ഒരു മനുഷ്യൻ എന്തെല്ലാം ഇമോഷൻസ് വരും, ഓരോ സെക്കൻഡിലും എന്തെല്ലാം സ്വഭാവങ്ങൾ മനസ്സിലവൻ ചിന്തിക്കും, അതിനനുസരിച്ച് ഇമോഷൻസ് ഓരോ സെക്കൻഡ് വെച്ച് മാറുന്ന ഒരാളാണ് പൂരുരുട്ടാതി നക്ഷത്രത്തിൽപ്പെട്ടവർ. പൂരുരുട്ടാതി നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് കലാപരമായി പല കഴിവുകളുമുണ്ട്. പക്ഷെ ചില പ്രശ്നങ്ങൾ കാരണം ഇവർ കലാപരമായ കഴിവുകളിൽ ഉയർച്ച പ്രാപിക്കാറില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യൻ്റെ ഇമോഷൻ പോലെ ഇവർ മൂഡ് ഇങ്ങനെ മാറുന്നതുകൊണ്ട് ഇവർക്ക് പെട്ടെന്ന് ടെൻഷൻ വരികയോ അല്ലെങ്കിൽ ഒരു അങ്കലാപ്പ് വരികയോ ചെയ്തു കഴിഞ്ഞാൽ ഇവർ ആ ഒരു പ്രവർത്തനം അവിടെ വെച്ചങ്ങോട്ട് നിർത്തിയിട്ട് പിന്നെ ഒരു കാര്യം പൂർത്തീകരിക്കാൻ പറ്റും. ഒരു കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിൻ്റെ ആ ഒരു അവസാന നിമിഷത്തിൽ അവരകത്ത് കൈവിടും. ഇതാണ് പൂരുരുട്ടാതിക്കാരുടെ പ്രധാന പ്രത്യേകത. അത് അവരുടെ ഒരു അങ്ങനെ വരുന്ന ഒരു അവസ്ഥയെപ്പറ്റി മനസ്സിലാക്കി വിജയിച്ചവരുമുണ്ട്. സ്വന്തം പ്രശ്നം ഇതാണെന്ന് മനസ്സിലാക്കി 2-3 പരാജയങ്ങൾ കഴിഞ്ഞ ശേഷം അതൊരു പ്രശ്നമാണെന്നുള്ളത് വളരെയധികം മനസ്സിന് കടുംപിടുത്തം എടുത്ത് മാനസികമായി വളരെയധികം തരണം ചെയ്ത് വിജയത്തിലെത്തിയ പൂരുരുട്ടാതിക്കാരുമുണ്ട്. ചില സെലിബ്രിറ്റികളും ഒക്കെ ഉണ്ട്, പല ആളുകളും ഉണ്ട് അങ്ങനെ. പക്ഷേ 3/4 പങ്കും പൂരുരുട്ടാതിക്കാർക്കും കലാപരമായ കഴിവുണ്ടെങ്കിലും അവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കാര്യം ചെയ്ത് 80% ആകുമ്പോൾ തന്നെ അവർക്കത് ബോറടിച്ചു പോകും. അവരത് നിർത്തിവെച്ച് അടുത്ത കാര്യത്തിലേക്ക് പോയാലോ എന്ന ചിന്ത അവരെ അലട്ടുകയും അതിൽ നിന്ന് അവർ വെളിച്ചടുകയും ചെയ്യും. ഇതുകൊണ്ട് തന്നെ പല ബിസിനസ് ചെയ്യാൻ, ജോലി ചെയ്യാൻ, അങ്ങനെ പല പല കഴിവുകൾ ഇവർക്കുണ്ട്. നൃത്തം, യോഗ, അഭ്യാസം, എഴുത്ത്, അതുപോലെ കലാപരമായ മറ്റ് കഴിവുകൾ, പത്രപ്രവർത്തനം, അങ്ങനെ പല കാര്യങ്ങളും ഇവർ ചെയ്യുന്നുണ്ട്. പക്ഷെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി പൂർത്തീകരിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ പൂരുരുട്ടാതി അധ്യാപകർ, അങ്ങനെ പല കഴിവുകളും ഉണ്ടെങ്കിലും സ്വന്തം കഴിവിനെ തിരിച്ചറിയാതെ മറ്റുള്ള ആളുകൾ പറയുന്നതൊക്കെ കേട്ട് സ്വന്തം കാര്യങ്ങൾ വകതിരിച്ച് കളഞ്ഞ് തെറ്റായ വഴികളിലൂടെ പോയി സഞ്ചരിച്ച് സ്വയം പതനം നേടുന്ന ഒരവസ്ഥയും പൂരുരുട്ടാതിക്കാർക്കുണ്ട്. പിന്നെ പല പൂരുരുട്ടാതിക്കാർക്കും സ്വന്തം ഭവനത്തിൽ താമസിക്കാൻ യാതൊരു യോഗവും ഉണ്ടാവുകയില്ല. സ്ത്രീകളാണെങ്കിൽ തീർച്ചയായും ജനിക്കുമ്പോൾ അവർക്ക് സ്വന്തം ഭവനം മിക്കപ്പോഴും കാണുകയില്ല. അവർ വിവാഹം കഴിച്ചു ചെല്ലുന്ന സ്ഥലത്താണ് അവർക്ക് ഭവനം ഉണ്ടായിരിക്കുക. അതിനുശേഷം ചില സമയങ്ങളിൽ അവർക്ക് ഉയർച്ച വരും, ചിലർക്ക് നാശം വരും. പുരുഷന്മാരാണെങ്കിൽ അവർക്ക് മിക്ക ആളുകൾക്കും ഭവനം ഉണ്ടെങ്കിൽ അവർ ഭവനം വിട്ട് പുറത്തു പോകും. അത് അവരുടെ ജീവിതത്തിലുണ്ട്. പൂരുരുട്ടാതിക്കാർക്ക് എല്ലാവർക്കും ഉണ്ട്. പിന്നെ ഭവനം ഇല്ലാത്തവരാണെങ്കിൽ അവർ മറ്റെവിടെയെങ്കിലും പോയി താമസിക്കുമെന്നല്ലാതെ അവർ മാതാപിതാക്കളുമായിട്ട് അകന്നു നിൽക്കുന്ന ആളുകളാണ്. മാതാപിതാക്കളുമായിട്ട് അകന്നു നിന്നെങ്കിൽ മാത്രമേ ഉള്ളൂ പൂരുരുട്ടാതിക്കാർക്ക് വളർച്ചയുമുള്ളൂ. എത്രയൊക്കെ അടുത്ത് നിൽക്കുന്നോ അപ്പോഴെല്ലാം അവർക്കൊരു പതനം തന്നെയാണ് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പം അതായത് ഞാൻ പറഞ്ഞത് വീട് വിട്ട് പോകുന്നതല്ല, പഠിക്കാൻ പോകുന്ന ആളുകൾ, ഇപ്പോൾ ദൂരേക്ക് പഠിക്കാൻ പോകുന്നത്, മറ്റു സ്ഥലങ്ങളിൽ പോയി നിൽക്കുന്ന ആളുകൾ, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇവർക്ക് പുറത്തേക്ക് പോകേണ്ടി വരും. പുറത്തേക്ക് പോയിട്ട് അവിടെ പോയി താമസിക്കേണ്ടി വരും. അല്ലാതെ ഓരോരുത്തർക്കത് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടാനല്ല പറയുന്നത്. അതല്ല ഇതിനർത്ഥം. ജോലി കാരണം ഇവർക്ക് ദൂരേക്ക് പോകേണ്ടി വരും, അടുത്ത സംസ്ഥാനത്തിലൊക്കെ പോകേണ്ടി വരും. അപ്പം ഭവനവുമായിട്ടുള്ള എപ്പോഴും എങ്ങനെയൊക്കെ ഭവനത്തിലേക്ക് എത്താൻ ശ്രമിച്ചാലും ഭവനമായിട്ട് അകന്നു പോകുന്ന ഒരു അവസ്ഥ എപ്പോഴും പൂരുരുട്ടാതിക്കാർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതാണ് അവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. എങ്കിലും കുഴപ്പമില്ല, ചിലർക്ക് ഗൾഫിൽ പോയി നിൽക്കാനായിരിക്കും യോഗം, വർഷത്തിൽ 1-2 തവണ തിരിച്ചു വരും. ഇത്തരം കാര്യങ്ങളൊക്കെ പൂരുരുട്ടാതിക്കാർക്ക് ജീവിതത്തിൽ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഇത് പറയുന്നത്. പൂരുരുട്ടാതിക്കാരുമായിട്ട് ഏറ്റവും കൂടുതൽ പൊരുത്തമുള്ള നക്ഷത്രമാണ് പൂരാടം. പൂരാടവും പൂരുരുട്ടാതിയും നല്ല പൊരുത്തമാണ്, വളരെ നല്ല പൊരുത്തമാണ്. പക്ഷേ പൂരുരുട്ടാതിക്കാരുമായിട്ട് മിക്കപ്പോഴും വാക്കുകാർക്കും ഉണ്ടാവും. കാരണം പൂരുരുട്ടാതിക്കാരാണ് കൂടുതൽ മുന്നോട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുന്നവർ. അതായത് ഈ പൂരാടം പറയുന്ന ഒരു കാര്യം ചിലപ്പോൾ അംഗീകരിച്ച് കൊടുക്കാൻ പൂരുരുട്ടാതിക്കാർ ചിലപ്പോൾ സമ്മതിച്ചെന്ന് വരില്ല. അതൊരു വർക്കത്തിൽ പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവർ തമ്മിലാണ് ഏറ്റവും നല്ല പൊരുത്തം പറയുന്നത് എപ്പോഴും, പൂരുരുട്ടാതിയും ഇതും. മറ്റ് നക്ഷത്രക്കാരെയൊക്കെ ഇവരോട് താല്പര്യമുണ്ടെങ്കിലും ചെറിയ ഒരു പൊരുത്തക്കുറവുണ്ടെങ്കിൽ ചെറിയൊരു ഈർച്ചയോ ഒരു അകൽച്ചയോ പൂരുരുട്ടാതിക്കാരോട് കാണിക്കാറുണ്ട്. പിന്നെ അശ്വതിയും പൂരുരുട്ടാതിയായിട്ട് ഒരു കാരണവശാലും ചേരുകയില്ല. ഫസ്റ്റ് നമ്പർ ഞാൻ പറഞ്ഞ കാന്തിക മണ്ഡലത്തിൻ്റെ കാര്യം പറയുന്നത്. അതുകൊണ്ട് അശ്വതിയും പൂരുരുട്ടാതിയും തമ്മിൽ ഒരു കാരണവശാലും ചേരുകയില്ല, കൂട്ടിയിടിച്ച പോലും ചേരുവല്ലാത്തൊരു നക്ഷത്രമാണ്. അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെയായിരിക്കും ആ കാര്യങ്ങളെല്ലാം നീങ്ങുക. എപ്പോഴേലും എന്തെങ്കിലും കാര്യത്തിൽ സഹകരിക്കേണ്ട വന്നില്ല. അടുത്ത രേവതിയും പൂരുരുട്ടാതിയായിട്ട് ചേരുവരാം. രേവതിയും പൂരുരുട്ടാതിയായിട്ട് ചേരുവരാത്തതുകൊണ്ട് തന്നെ അതും വലിയൊരു കൂട്ടിയിടിത്തന്നെ ആയിരിക്കും അവസാനിക്കുക. വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് കാണുമ്പോൾ തന്നെ ഒരു ഈർച്ചയും ദേഷ്യവും പൂരുരുട്ടാതിപ്പെട്ട ഒരു വ്യക്തി കാണുമ്പോൾ രേവതി നക്ഷത്രക്കാർക്കും ഉണ്ടാവാറുണ്ട്.
പക്ഷേ മറ്റു നക്ഷത്രക്കാർക്ക് അത്ര വലിയ പ്രശ്നങ്ങൾ ഇല്ല. കാരണം അംഗീകാരങ്ങളൊക്കെ ലഭിക്കും. മിക്കപ്പോഴും അശ്വതിക്കും രേവതിക്കുമായിരിക്കും ഏറ്റവും കൂടുതൽ പൊരുത്ത വ്യത്യാസം എപ്പോഴും ഉണ്ടാകുന്നത്. എന്നാൽ ചില സമയങ്ങളിൽ ഇവരുടെ വാക്കുകളും കാര്യങ്ങളും ഈ പറയുന്ന നക്ഷത്രക്കാരും അംഗീകരിച്ച് കൊടുക്കും. പക്ഷേ എല്ലാ തവണയും ഉണ്ടായെന്ന് വരില്ല. അത് അവരുടെ അന്നത്തെ ദിവസത്തിൻ്റെ ഭാഗ്യം പോലെ ആയിരിക്കും ആ കാര്യങ്ങൾ സംഭവിക്കുക. അപ്പോൾ ആഘോഷവേളകൾ മറ്റുള്ള നക്ഷത്രക്കാർ 27 നക്ഷത്രത്തിൽ ഈ 2 കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ 25 നക്ഷത്രത്തിൽപ്പെട്ട ആളുകളുമായിട്ട് നല്ല രീതിയിലൊരു സഹവാസം നേടിയെടുക്കാവുന്ന നക്ഷത്രക്കാരാണ് പൂരോട്ടാതിക്കാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് വിജയങ്ങൾ സുഹൃത്തുക്കളുടെ എണ്ണം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഇവരെ അംഗീകരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലായിരിക്കും. വീട് വിട്ട് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ ഇവർക്കുള്ളതുകൊണ്ട് ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം ഇവർക്കൊരു സ്വീകരണം കിട്ടും. ഇവർക്ക് നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ സാധിക്കും. മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാൻ സാധിക്കും. യാത്രകൾ ഇവരുടെ ജീവിതത്തിൻ്റെ മുഖ്യ പങ്കായിരിക്കും. യാത്രകൾ ഇവരുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. ഇതൊക്കെ കൊണ്ട് തന്നെ ആഘോഷവേളകൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആഘോഷിക്കാൻ സാധിക്കും. ഒപ്പം സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ തർക്കങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാതെ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ സാമ്പത്തികമായ ഒരു വളർച്ച എന്ന് പറയുന്നത് പൂരോട്ടാതിക്കാർക്ക് അല്പം കുറഞ്ഞിരിക്കുന്ന കാര്യമാണ്. സ്വന്തമായ മനക്കരുത്തുകൾ ഉപയോഗിച്ച് നീങ്ങുന്നവർക്കും ബിസിനസ് വിജയിക്കുന്ന ആളുകൾക്ക് മാത്രമേ സാമ്പത്തികമായി ഉയർച്ച പറയാൻ പറ്റൂ. സാമ്പത്തികമായി പിന്നോക്കം വരുന്ന ഒരു നക്ഷത്രമാണ് പൂരോട്ടാതി. മന്ദഗതിയിലും മാന്ദ്യത്തിലും പോകുന്നതായിരിക്കും. സാമ്പത്തികമായി പൂരോട്ടാതി ഉയരുന്നുണ്ടെങ്കിൽ അത് സ്ത്രീകൾ മാത്രമായിരിക്കും ഉയരുന്നത്. പക്ഷേ ഉയരുന്ന സമയം എത്തുമ്പോൾ അല്പമൊക്കെ പ്രായം കടന്നിരിക്കും. പക്ഷേ ഉയർച്ചയിൽ മറ്റുള്ളവരുടെ കാഴ്ച മാത്രമേ ഉയർച്ച ഉണ്ടാവൂ. അവരവരുടെ കാര്യത്തിൽ അവരവർക്കറിയാം ഉയർച്ച കൊണ്ട് കാര്യമൊന്നും ഉണ്ടായില്ല, അല്ലെങ്കിൽ ഒന്നും പ്രത്യേകിച്ച് ലാഭങ്ങൾ ലഭിച്ചില്ല എന്നുള്ള ഒരു ടെൻഷനും ഇവരെ അലട്ടാറുണ്ട് എന്നുള്ളതും ഒരു ഇതാണ്. അപ്പോൾ നല്ല രീതിയിൽ പോകാവുന്ന ഒരു മാസം തന്നെ സെപ്റ്റംബർ മാസം. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, വലിയ പേടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നല്ല രീതിയിൽ പരിശ്രമിക്കുന്ന ആളുകളാണ് നന്നായി പരിശ്രമിച്ച് വിജയങ്ങളിൽ എത്തിച്ചേരുക എന്നും കൂടി ആശംസിക്കുന്നു. അടുത്തതായിട്ട് ഉത്രട്ടാതി നക്ഷത്രത്തെ പറ്റിയാണ് പറയുന്നത്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വളരെയധികം കഴിവുകളുള്ള നക്ഷത്രക്കാരാണ്. ഒപ്പം ചില കാര്യങ്ങളിൽ ചെറിയ ഭയമുള്ള നക്ഷത്രക്കാരാണ്. അല്പം ഭയം കൂടുതലായിട്ട് വരുന്ന ഒരു നക്ഷത്രക്കാരാണ് ഉത്രട്ടാതിക്കാർ. അപ്പം ഭയത്തെ മറികടക്കാൻ ഏറ്റവും കൂടുതൽ സമയം ഉറങ്ങുന്ന ആളുകളുമാണ് ഉത്രട്ടാതിക്കാർ. ചെറിയ ഭയങ്ങൾ വരുമ്പോഴേ ഇവർ കയറി കിടന്ന് ഉറങ്ങും. ഇതാണ് ഉത്രട്ടാതിക്കാരുടെ ഏറ്റവും വലിയൊരു അതിനെ മറികടക്കാൻ ഇവർ ചെയ്യുന്നു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ഇവർക്ക് ആ ഒരു ചെറിയ പേടിയും ടെൻഷനൊക്കെ ഇവരെ വിട്ടുപോകും. മറ്റുള്ള ആളുകളെ പോലെ ഉറങ്ങാതെ ഉണർന്നിരിക്കുന്ന സ്വഭാവമൊന്നും ഉത്രട്ടാതിക്കാർക്കില്ല. കൂടുതൽ ഉറക്കം അവർക്ക് ആവശ്യമാണ്. പിന്നെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ഒരു വിജയത്തിലേക്ക് എത്തുന്ന ഒരു 35 വയസ്സിന് ശേഷമാണ് ഇവർക്കൊരു ഉയർച്ച വരിക. അതുവരെ ഇവരുടെ ജീവിതത്തിൽ വലിയ 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 പ്രതിസന്ധികൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെയുള്ള ഉത്രട്ടാതി നക്ഷത്രക്കാരാണെങ്കിൽ ഇപ്പം പേടിക്കേണ്ട. ചെറുപ്പകാലമാണ്. 35 വയസ്സിന് ശേഷം നല്ലൊരു കാലഘട്ടം നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പൊരുത്തമുള്ള നക്ഷത്രക്കാരാണ് രേവതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് പൂരാടത്തിന് പൊരുത്തമുള്ളവരുമുണ്ട്, പൊരുത്തമില്ലാത്തവരുമുണ്ട്. ചില നക്ഷത്രങ്ങളിൽ നിങ്ങൾക്ക് പൊരുത്തമുണ്ട്, ചില ആളുകളുമായിട്ട് നിങ്ങൾക്ക് പൊരുത്തമില്ല. പാദവ്യത്യാസവും ഗ്രഹനില അനുസരിച്ച് അല്പം മാറും. വിശാഖവുമായിട്ട് നിങ്ങൾക്ക് പൊരുത്തമുണ്ട്, തിരുവാതിരയായിട്ട് നിങ്ങൾക്ക് പൊരുത്തമില്ല. പക്ഷേ ചില ഗ്രഹനിലകൾ നിങ്ങൾക്ക് പൊരുത്തമുണ്ട്. അശ്വതിയായിട്ട് നിങ്ങൾക്ക് പൊരുത്തമില്ല. അങ്ങനെ ചില നക്ഷത്രങ്ങൾ. പക്ഷെ പൊരുത്തമില്ലാത്തവരെയും പൊരുത്തമുള്ളവരെയും ഒക്കെ ഒരേപോലെ തന്നെ നിങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള നിങ്ങളുടെ മെടുക്കുകൊണ്ട് നിങ്ങൾ അവരെ തീർച്ചയായും നിങ്ങളുടെ കൺട്രോളിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പാതയിലേക്കോ എത്തിക്കാൻ കഴിവുള്ളതുകൊണ്ട് പൊരുത്ത വ്യത്യാസമൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു ടീം ലീഡർ ആവാൻ നിങ്ങൾക്ക് കഴിവുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായും എല്ലാ ആളുകളോടും ഒരേപോലെ തന്നെ ഇടപെടാനുള്ള കഴിവുകളും അതുപോലെ തമാശകൾ പറയാൻ, നർമ്മം പറയാനുള്ള കഴിവുകളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ വിജയങ്ങൾ കരസ്ഥമാക്കാവുന്ന, എല്ലായിടത്തും ശ്രദ്ധിക്കപ്പെടാവുന്ന ഒരു സ്വഭാവ സവിശേഷത നിങ്ങൾ കാണിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളാരും മാറ്റി നിർത്തുകയൊന്നുമില്ല. മാറ്റി നിർത്തത്തില്ലാത്ത നക്ഷത്രത്തിൽപ്പെട്ടതാണ് ഉത്രട്ടാതി. എല്ലാവരും ഒരു സ്വീകരണം കൊടുക്കും. ഇതിൽ മാറ്റി നിർത്തത്തില്ലാത്ത നക്ഷത്രങ്ങളും കുറച്ചുണ്ട്. അപ്പോൾ അശ്വതി മുതൽ നമ്മൾ ഇവിടെ രേവതി വരെ നക്ഷത്രങ്ങൾ എടുക്കുവാണെങ്കിൽ ഇത് മാറ്റി നിർത്തുന്ന അല്പം അവഗണനകളൊക്കെ ജീവിതത്തിൽ കേൾക്കേണ്ടി വരുന്ന ഒരു നക്ഷത്രമാണ് അശ്വതി. ചിലപ്പോൾ ആളുകൾ മാറ്റി നിർത്തിയെന്ന് വരും. ഭരണി നക്ഷത്രത്തെ ചിലപ്പോൾ ആളുകൾ മാറ്റി നിർത്തിയെന്ന് വരും. പിന്നെ കാർത്തിക നക്ഷത്രത്തെ ആളുകൾ മാറ്റി നിർത്തിയെന്ന് വരും ചില കാര്യങ്ങളിൽ. അതുപോലെ തന്നെ മകയിര നക്ഷത്രത്തെ മാറ്റി നിർത്തിയെന്ന് വരും. പക്ഷേ പിന്നീടുള്ള തിരുവാതിര നക്ഷത്രത്തെ ആളുകൾ മാറ്റി നിർത്താറില്ല. പുണർന്ന നക്ഷത്രത്തെ ആളുകൾ മാറ്റി നിർത്താറില്ല. ഇപ്പോൾ ഉത്രട്ടാതിക്കാരുടെ കാര്യമാണ് നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തിരുവാതിര നക്ഷത്രം ചില നക്ഷത്രക്കാരുമായിട്ട് ഇവർക്ക് പൊരുത്തമുണ്ടെന്ന് ഞാൻ പറഞ്ഞു, ചില ഗ്രഹനിലയായിട്ട് പൊരുത്തമില്ലെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ പുരാട നക്ഷത്രക്കാരുമായിട്ട് ഇവർക്ക് ചില നക്ഷത്രക്കാർക്ക് ചില ഗ്രഹനില വെച്ച് ചില താല്പര്യങ്ങൾ വരാറുണ്ട്. പക്ഷേ എന്നാലും പൂർണ്ണമായി പൊരുത്തം ചില സമയങ്ങളിൽ ഇല്ല.
അപ്പം ഉത്രട്ടാതിക്കാർക്ക് ഇങ്ങനെ മാറിയും മറിഞ്ഞുമാണ്. അപ്പോൾ സ്ത്രീകൾക്കാണെങ്കിൽ ഉത്രട്ടാതി നക്ഷത്രത്തിൽപ്പെട്ടതാണ് പൊരുത്തത്തിൻ്റെ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എല്ലാവരോടും ഇവർ ഒരേപോലെ ഇടപെടുന്നതുകൊണ്ട് തന്നെ ആർക്കും ഇവരോട് വലിയ വിദ്വേഷ വെറുപ്പൊന്നും വരാറില്ല. പുരുഷന്മാരാണെങ്കിൽ അല്പം സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. ഒപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ രേവതി നക്ഷത്രക്കാരുടെ മുമ്പിൽ ചെന്ന് പെടുകയാണെങ്കിൽ രേവതി നക്ഷത്രക്കാരുമായിട്ട് ഉത്രട്ടാതിക്കാർക്ക് പൊരുത്തമുണ്ട്. പക്ഷെ പലപ്പോഴും രേവതി നക്ഷത്രക്കാരുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്താൻ സാധ്യതയുണ്ട്. ചില ചെറിയ കാര്യങ്ങൾക്ക് പോലും ചില സമയം നിങ്ങളോട് ദേഷ്യപ്പെട്ടെന്നോ തട്ടിക്കയറിയെന്ന് വരും. അപ്പം അതുകൊണ്ട് തന്നെ ആ രേവതി നക്ഷത്രക്കാരോടുള്ള ഒരു കാര്യത്തിൽ ഈ ഒരു ജാഗ്രത വെച്ചുകൊണ്ട് നിങ്ങൾ നീങ്ങുവാണെങ്കിൽ കുഴപ്പമില്ല. അശ്വതി നക്ഷത്രക്കാരുമായിട്ട് നിങ്ങൾക്ക് യാതൊരു പൊരുത്തവുമില്ല. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് അവിടെ പിടിച്ചു നിൽക്കാവുന്ന കാര്യമാണ്, കുഴപ്പമില്ല. ഭരണനക്ഷത്രക്കാരുമായിട്ടും പൊരുത്തമൊന്നുമില്ല, പക്ഷേ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാവുന്നതാണ്. അപ്പം 27 നക്ഷത്രത്തിൽപ്പെട്ടവരെയും കൺട്രോൾ ചെയ്തുകൊണ്ട് പോകാനുള്ള കഴിവുകളൊക്കെ ഉത്തരവാദിക്കാർക്കുണ്ട്. വളരെയധികം കലാപരമായ കഴിവുകൾ നിങ്ങൾക്ക് കൂടുതലാണ്. പല രീതിയിലുള്ള കഴിവുകൾ നിങ്ങൾക്ക് കൂടുതലാണ്. ചില ചെറിയ ഭയങ്ങൾ വരുന്നതുകൊണ്ട് നിങ്ങളുടെ കലാപരമായ കഴിവുകൾ നിങ്ങൾ പുറകോട്ടെടുക്കുന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് എപ്പോഴും പരാജയങ്ങൾ സംഭവിക്കുന്നത്. പരാജയങ്ങൾക്കൊടുവിൽ നിങ്ങൾക്ക് വിജയമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ വരുന്ന സെപ്റ്റംബർ മാസം നല്ല രീതിയിൽ നിങ്ങൾക്ക് കടന്നു പോകുമെന്ന് മനസ്സിലാക്കുക. ഓണാഘോഷമൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കടന്നു പോകുന്നു മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിങ്ങൾ കൃത്യത പാലിക്കുകയാണെങ്കിൽ, അതായത് സ്ഥിരമായി നിങ്ങൾ ഈ ജോലിയിൽ കൃത്യത പാലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം വിജയം ലഭിക്കുന്നതാണ്. അത് നിങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ജോലി നിങ്ങളൊരു 35 വയസ്സോളം തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ജോലിയിൽ തന്നെ നിങ്ങൾക്ക് ഉയർച്ച ലഭിക്കും. മറ്റുള്ളവരെ പോലെ ഒരു സമയദോഷ സമയത്ത് ഒരു ജോലി, സമയദോഷം മാറിയ ശേഷം വേറെ ജോലിയിലൂടെ രക്ഷപ്പെടുന്നു എന്നല്ല നിങ്ങളുടെ ഒരു ജോലിയുടെ കണക്ക് വരുന്നത്. നിങ്ങളുടെ ജോലിയുടെ കണക്ക് നിങ്ങൾ എന്ത് ജോലിയാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് ആ ജോലി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, കഷ്ടനഷ്ടമൊന്നും സഹിച്ച് അങ്ങനെ തുടരുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു സമയത്തിൻ്റെ ഒരു ദോഷം മാറിക്കഴിയുമ്പോൾ 35 വയസ്സിന് ശേഷം നിങ്ങൾക്ക് ആ സെയിം ജോലിയിലാണ് ഉയർച്ച വരിക. നിങ്ങൾ ജോലി മാറ്റുകയാണെങ്കിൽ അവിടം തൊട്ട് ആ ജോലിയിലായിരിക്കും ഉയർച്ച വരിക. അതായത് നിങ്ങൾ 30 വയസ്സ് 30-ന് ശേഷം ചെയ്യുന്ന ജോലി ഏതോ ആ ജോലിയിലാണ് നിങ്ങൾക്ക് ഉയർച്ച വരിക. ഒരിക്കലും പിന്നെ പഴയ ജോലി നിങ്ങൾക്ക് ഉയർച്ച വരത്തില്ല. ഇങ്ങനെയുള്ള ഒരു പ്രത്യേകത ഉത്രട്ടാതി നക്ഷത്രത്തിനുണ്ട്. നിങ്ങൾ ആ ഏത് ജോലിയാണ് ചെയ്യുന്നത്, ചിലർക്ക് പാടാനായിരിക്കും, ചിലർക്ക് അഭിനയിക്കാനായിരിക്കാം, അല്ലെങ്കിൽ ചിലർക്ക് എഴുതാനായിരിക്കാം, ചിലർക്ക് കഥകൾ പറയാനായിരിക്കാം, എന്ത് ജോലി, പ്രസംഗം പറയാനായിരിക്കാം, ഏത് ജോലിയിലാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വളരെ ദാരിദ്ര്യത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ ആദ്യ കാലഘട്ടം പോകും. വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് നിങ്ങൾ പോകുന്ന ഈ സമയത്ത് നിങ്ങൾ ജോലി മാറ്റാതിരിക്കുക. ചെയ്യുന്ന ജോലി മാറ്റാതിരിക്കുക, ചെയ്യുന്ന ബിസിനസ് മാറ്റാതിരിക്കുകയാണെങ്കിൽ, കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലിയാണല്ലോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് മാറ്റേണ്ടതെന്ന് പറയുന്നത്. ഇഷ്ടമുള്ള ഈ ജോലി നിങ്ങൾ മാറ്റാതിരുന്ന് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ഒരു കഷ്ടപ്രശ്നങ്ങളെല്ലാം കടന്നു കഴിയുമ്പോൾ അതേ ജോലിയിൽ തന്നെ ഉയർച്ച കിട്ടുന്ന ആളുകളാണ് ഉത്രട്ടാതി. മറ്റുള്ളവർക്കും മാറ്റമുണ്ട്. അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർക്ക് മാറ്റമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ജോലിക്ക് വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ മാത്രം ഇങ്ങനെയൊരു കാര്യമുണ്ട്. അതുകൊണ്ട് ആഘോഷങ്ങളെല്ലാം നിങ്ങൾക്ക് നന്നായി കൊണ്ടുപോകാൻ പറ്റും. ധാരാളം സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വരുന്ന സെപ്റ്റംബർ മാസം നല്ലൊരു സമയം തന്നെയാണ്. അടുത്തതായിട്ട് പറയാൻ പോകുന്ന രേവതി നക്ഷത്രത്തെക്കുറിച്ചാണ്. അപ്പോൾ രേവതി നക്ഷത്രത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പൊതുസ്വഭാവത്തിൽ സംസാരിച്ചിട്ടുണ്ട്. പൊതുസ്വഭാവത്തിൻ്റെ വീഡിയോ കാണണമെങ്കിൽ അസ്ട്രോളജി 2025 എന്ന് പറയുന്ന നിങ്ങൾ ആ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, മനസ്സിലാക്കിയിരിക്കാൻ രേവതി നക്ഷത്രത്തെപ്പറ്റി. രേവതി നക്ഷത്രത്തിൻ്റെ പൊതു പ്രത്യേകതകളെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ രേവതി നക്ഷത്രക്കാർക്കാണ് ഏറ്റവും കൂടുതൽ പൊരുത്ത നക്ഷത്രങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇവരോട് തന്നെയായിരിക്കും ഇഷ്ടം. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നക്ഷത്രത്തിൽപ്പെട്ട ആളുകളാണ് രേവതി നക്ഷത്രം. പുരുഷനാണോ സ്ത്രീ ആയാലും. രേവതി നക്ഷത്രക്കാർ, 2 രേവതി നക്ഷത്രക്കാരാണ് കൂടുന്നെങ്കിൽ ആ കൂട്ട് ഒരു കാരണവശാലും മുന്നോട്ട് പോവുകയില്ല. കാരണം രേവതി ശത്രുവാണ്. അപ്പം ശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊരുത്തമില്ല, അല്ല ഭയങ്കരമായ ശത്രു എന്നല്ല, പൊരുത്തമില്ല. അതുകൊണ്ട് തന്നെ തമ്മിൽ കാണുമ്പോൾ ഇഷ്ടക്കുറവ് തന്നെ സംഭവിക്കുകയുള്ളൂ. ബാക്കി രേവതിയുമായിട്ട് പൊരുത്തമുള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഏറ്റവും അവസാനത്തെ നമ്പറാണ് രേവതി നക്ഷത്രം വരുന്നത്. അതുകൊണ്ടാണ് ഈ കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി വളരെയധികം കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് വലിയ വികർഷണം സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ ആകർഷണ നക്ഷത്രങ്ങളുള്ളത്. രേവതിയുമായിട്ട് വളരെയധികം പൊരുത്തമുള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അശ്വതി നക്ഷത്രത്തിൻ്റെ പൊരുത്തമുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഭരണിയുമായിട്ട് പൊരുത്തമില്ല, പിന്നെ കാർത്തികമായിട്ട് പൊരുത്തമില്ല, രോഹിണിയായിട്ട് പൊരുത്തമില്ല, മകീരമായിട്ട് പൊരുത്തമുണ്ട്, തിരുവാതിരയായിട്ട് പൊരുത്തമില്ല, പുണർത്തമായിട്ട് പൊരുത്തമുണ്ട്, പൂയമായിട്ട് പൊരുത്തമുണ്ട്, പിന്നെ ആയില്യമായിട്ട് പൊരുത്തമുണ്ട്, പിന്നെ പൂരാടമായിട്ട് പൊരുത്തമുണ്ട്. അതുപോലെ തന്നെ മൂല നക്ഷത്രമായിട്ട് പൊരുത്തമുണ്ട്, ഉത്തര നക്ഷത്രമായിട്ട് പൊരുത്തമുണ്ട്, വിശാഖ നക്ഷത്രമായിട്ട് പൊരുത്തമുണ്ട്, പിന്നെ ചോതി നക്ഷത്രമായിട്ടൊന്നും പൊരുത്തമില്ല, പൂര നക്ഷത്രമായിട്ട് പൊരുത്തമുണ്ട്. പിന്നെ അത്രയും നക്ഷത്രങ്ങൾ കുഴപ്പമില്ല. ഉത്തരവാദിയായിട്ട് പൊരുത്തമുണ്ട്. പക്ഷേ ആ ഒരു തർക്കത്തിന് കാര്യം ഞാൻ പറഞ്ഞു.
അങ്ങനെയുള്ള ഇത്രയും നക്ഷത്രങ്ങളുമായിട്ട് ഇവർക്ക് പൊരുത്തമുണ്ട്. ചതയ നക്ഷത്രക്കാരുമായിട്ട് ഇവർക്ക് നല്ല പൊരുത്തമുണ്ട്. തൃക്കേട്ട നക്ഷത്രമായിട്ട് നല്ല പൊരുത്തമുണ്ട്. അനിഴ നക്ഷത്രമായിട്ട് ഇവർക്ക് നല്ല പൊരുത്തമാണ്. തിരുവോണ നക്ഷത്രമായിട്ട് ഇവർക്ക് ഭയങ്കര പൊരുത്തമാണ്. തിരുവോണ നക്ഷത്രമായിട്ട് ഇവർക്ക് ഭയങ്കര പൊരുത്തമാണ്. വളരെയധികം പൊരുത്തമുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. തിരുവോണത്തിൻ്റെ ഒരു മുൻ ഗൗരവ് കാരണം രേവതിക്കാരുമായിട്ട് ചില തർക്കങ്ങളൊക്കെ വീഴാൻ തിരുവോണ നക്ഷത്രത്തിന് സാധ്യതയുണ്ട്. പക്ഷേ പൊരുത്തമുണ്ട്. അത്തം നക്ഷത്രക്കാരുമായിട്ട് ഇവർക്ക് പൊരുത്തമുണ്ട്. അതുപോലെ തന്നെ വിശാഖ നക്ഷത്രത്തിൻ്റെ കാര്യം ഞാൻ മുമ്പ് പറഞ്ഞത്. ഇത്രയും നക്ഷത്രക്കാരുമായിട്ട് പൊരുത്തമുള്ള ഒരൊറ്റ നക്ഷത്രമേ ഉള്ളൂ, അത് രേവതി മാത്രമാണ്. എൻഡിൽ വരുന്നുണ്ട്, ഏറ്റവും ലാസ്റ്റ് ലിസ്റ്റ് വരുന്നുണ്ട്. ബാക്കി എല്ലാ നക്ഷത്രക്കാർക്കും പൊരുത്ത നക്ഷത്രങ്ങൾ കുറവാണ്, എണ്ണത്തിൽ കുറവാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളുടെ ഒരു ദേഷ്യം, വിരോധം തുടങ്ങിയവ ഏറ്റുവാങ്ങേണ്ടതായ ഒരവസ്ഥ വരുന്ന നക്ഷത്രങ്ങളാണ് മുക്കാൽ പങ്കും ആളുകൾ. അത് രേവതി മാത്രമാണ്. എൻഡിൽ വരുന്നുണ്ട്, ഏറ്റവും ലാസ്റ്റ് ലിസ്റ്റ് വരുന്നുണ്ട്. ബാക്കി എല്ലാ നക്ഷത്രക്കാർക്കും പൊരുത്ത നക്ഷത്രങ്ങൾ കുറവാണ്, എണ്ണത്തിൽ കുറവാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളുടെ ഒരു ദേഷ്യം, വിരോധം തുടങ്ങിയവ ഏറ്റുവാങ്ങേണ്ടതായ ഒരവസ്ഥ വരുന്ന നക്ഷത്രങ്ങളാണ് മുക്കാൽ പങ്കും ആളുകൾ. ഇപ്പോൾ രേവതിയുടെയാണ് ഞാനിവിടെ കംപ്ലീറ്റ് പൊരുത്തത്തിൻ്റെ ലിസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഇനി ആരൊക്കെ തമ്മിൽ പൊരുത്തമില്ല എന്ന് കൂടി നമുക്കിനി കേൾക്കാം. ഭരണി, കാർത്തിക, രോഹിണി ഇത്രയും പേരുമായിട്ട് രേവതിക്ക് പൊരുത്തമില്ല. തിരുവാതിരയായിട്ട് ഒരു പൊരുത്തവുമില്ല. മകൻ നക്ഷത്രവുമായിട്ട് യാതൊരു പൊരുത്തവുമില്ല. മകൻ നക്ഷത്രവുമായിട്ട് കൂട്ടിയിടിച്ച് ചേരത്തില്ല, രേവതി ചേർത്തില്ല. ചിത്തിര നക്ഷത്രത്തോടും ചോതി നക്ഷത്രത്തോടും ഒരു പൊരുത്തവും രേവതിക്കില്ല. ഉണ്ടെങ്കിൽ തന്നെ അതെങ്കിലും എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകുന്ന ഒരു പൊരുത്തം മാത്രമേ ഉള്ളൂ, അല്ല യാതൊരുവിധ മാനസിക പൊരുത്തവും അവർക്ക് തമ്മിലില്ല. പിന്നെ വിശാഖം വരുന്നത് വിശാഖം 4-ാം ഭാഗത്തിലാണെങ്കിലാണ് പൊരുത്തം കൂടുതലായി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇച്ചിരി കുറവായിരിക്കും. ഉത്രാട നക്ഷത്രമായിട്ട് അവർക്ക് യാതൊരു പൊരുത്തവുമില്ല. ഉത്രാട നക്ഷത്രമായിട്ട് രേവതിക്ക് പൊരുത്തമില്ല. അവിട്ട നക്ഷത്രമായിട്ട് അവർക്ക് പൊരുത്തമില്ല. അവിട്ട നക്ഷത്രമായിട്ട് ഒരു പൊരുത്തവുമില്ല. പുരുരുട്ടാതിയായിട്ട് അവർക്ക് പൊരുത്തമില്ല. പിന്നെ രേവതിയുമായിട്ട് ഇവർക്ക് പൊരുത്തമില്ല. രേവതിയായിട്ട് പൊരുത്തമില്ല. ഇത്രയും പൊരുത്ത നക്ഷത്രങ്ങൾ എണ്ണത്തിൽ വർദ്ധിച്ചിരിക്കുകയും പൊരുത്തമില്ലാത്ത നക്ഷത്രങ്ങൾ എണ്ണത്തിൽ വളരെ കുറവുമായതുകൊണ്ട് തന്നെ ഇവർക്ക് കൂടുതൽ ആളുകളും ഇവരോട് താല്പര്യമുള്ള ആളുകളായി. അഭിനന്ദനങ്ങൾ, അതുപോലെ തന്നെ ഇവരെ ചെയ്യുന്ന പ്രവർത്തികളെല്ലാവരും അംഗീകരിക്കുക. കാരണം എണ്ണത്തിൽ മുക്കാൽ പങ്ക് ജനങ്ങൾ ജനിക്കുന്ന നക്ഷത്രം ഇതൊക്കെ ആയിരിക്കുമല്ലോ. ഇട നമ്പറുകളിൽ ആളുകൾ ജനിക്കുന്നതിൽ അല്പം എണ്ണക്കുറവുണ്ടാകും. കാരണം ഇപ്പോൾ അശ്വ നക്ഷത്രത്തിൽ ജനിക്കുന്നതിൽ കൂടുതൽ ആളുകൾ ജനിക്കുന്നത് മറ്റ് അക്കത്തിൽ വരുന്ന നക്ഷത്രങ്ങളിലായിരിക്കും. ഫസ്റ്റ് നമ്പർ ചിലരൊന്നും ജനിക്കുന്നതിനും ടൈം മാറി അല്പം കൂടി മാറി മുന്നോട്ട് കയറിപ്പോയിട്ട് ഭരണി ജനിക്കും ചില ആളുകൾ അങ്ങനെ വരുന്നുണ്ട്. അത് ഒരു സൂര്യൻ ഉദിച്ച സമയമാണ് പറയുന്നത്, അതിന് ശേഷം ജനിക്കുന്ന അനുസരിച്ച് നക്ഷത്രം മാറിപ്പോകും. ഇപ്പം ക്ലോക്കിൻ്റെ ടൈം, കലണ്ടറിൻ്റെ ടൈം നോക്കിയിട്ട് കാര്യമില്ല. സൂര്യൻ ഉദിച്ച ശേഷമാണ് നക്ഷത്രത്തിൻ്റെ ഉദയമായിട്ട് തന്നെ സംസാരിക്കുന്നത്. അല്ല അർദ്ധരാത്രി 12 മണിയല്ല. അർദ്ധരാത്രി 12 മണി വെച്ച് കൂട്ടുവാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അശ്വതിയാണ് കൂട്ടുന്നതെങ്കിൽ ചിലപ്പോൾ അത് രേവതി ആയിരിക്കും, തിരിഞ്ഞു പോകും. നേരം എടുത്ത് സൂര്യൻ്റെ പ്രകാശം ഭൂമിയിൽ എത്തിയവിടം തൊട്ട് 1 എന്നങ്ങ് കൂട്ടുവാണെങ്കിൽ ആ ഒരു 4 നേരം കഴിയുമ്പോൾ 4-ാം പാദം, 1-ാം പാദം, 2-ാം പാദം, ഉച്ചയാകുമ്പോൾ 2-ാം പാദം എന്ന് കൂട്ടാം. രാവിലെ ആണെങ്കിൽ രാവിലെ ഇപ്പോൾ നമുക്കൊരു 5 മണി കൂട്ടാമെങ്കിൽ ഒരു 6 മണിയോട് കൂടിയാണ് സൂര്യൻ്റെ ഉദയം, 6:30 കൂടിയാണ് ഉദയമെങ്കിൽ 1-ാം പാദം 5 മണിക്ക് ജനിക്കുന്ന ആൾ 1-ാം പാദം എന്ന് വെച്ചാൽ ഒരു ഉച്ച 12 മണി എടുക്കാറാകുമ്പോൾ 2-ാം പാദത്തിലേക്ക് മറിയും. അല്ലെങ്കിൽ 11:30 ആകുമ്പോൾ 2-ാം പാദത്തിലേക്ക് ആൾ പോകും. പിന്നെ അത് 3-ാം പാദം രാത്രിയോടുകൂടി 4-ാം പാദം. ഇങ്ങനെയാണ് അശ്വതി കൂട്ടുന്നത്. ഇങ്ങനെയാണ് എല്ലാ നക്ഷത്രത്തിൻ്റെയും പാദവ്യത്യാസം കൂട്ടുന്നത്. ഇപ്പം മുക്കാൽ പങ്കും ശതമാനം ആളുകളും മറ്റ് നക്ഷത്രങ്ങളിൽ എണ്ണം വർദ്ധിച്ചിരിക്കുന്ന ആളുകളാണ്. തൃക്കേട്ട നക്ഷത്രത്തിലുള്ളവർ, വിശാഖ നക്ഷത്രത്തിലുള്ളവർക്ക് എണ്ണം വർധന കൂടുതലുണ്ട്. അത്തരം ഇടയിലോട്ട് വരുന്ന നക്ഷത്രങ്ങളല്ല, പൂരുരുട്ടാതിക്കാർ ഒരുപാട് പേരുണ്ടാവും. അപ്പം അശ്വതി നക്ഷത്രത്തിൽ കൂടുതൽ ജനിച്ച ആളുകൾക്ക് കൂടുതലാണ് ഈ അവസാന നക്ഷത്രങ്ങൾ ജനിക്കുന്ന ആളുകളുടെ എണ്ണം. അപ്പോൾ ഫസ്റ്റ് നക്ഷത്രത്തിലുള്ള ആളുകൾക്ക് പൊരുത്തക്കുറവുള്ള ആളുകളുടെ എണ്ണം വളരെ കൂടിയിരിക്കുമ്പോൾ കൂടുതലും ശത്രു ഇനങ്ങളുടെ എണ്ണത്തിലായിരിക്കും കൂടുതൽ വരിക. പക്ഷേ രേവതിക്കാർക്ക് നോക്കി ഇത്രയും പേർക്ക് മേളിൽ നിന്ന് താഴേക്ക് തന്നെ അവർക്ക് പൊരുത്ത നക്ഷത്രങ്ങളുടെ ലിസ്റ്റ് കൂടുതലാണ്. രേവതിക്കാർ ചിലപ്പോൾ എണ്ണത്തിൽ കുറവായിരിക്കും മറ്റ് നക്ഷത്രങ്ങളെ അപേക്ഷിച്ച്. അതുകൊണ്ട് തന്നെ കൂടുതൽ നക്ഷത്രത്തിലുള്ള ആളുകളുടെ താല്പര്യം ഇവർക്കുണ്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റിൽ ആ പൊരുത്തമില്ലാത്ത നക്ഷത്രക്കാരുണ്ടല്ലോ, ആ നക്ഷത്രക്കാരുടെ ഇടയിലാണ് ഇവരെങ്കിൽ ഇവർക്ക് പിന്നെ പ്രത്യേകിച്ച് രക്ഷയൊന്നും ഉണ്ടാകുകയില്ല. കാരണം കടുത്ത ഒരു കാന്തിക മണ്ഡലത്തിലായിരിക്കും ഇവർ പെട്ടുപോവുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പൊരുത്തമില്ലാത്ത നക്ഷത്രക്കാരെല്ലാം ആദ്യം ലിസ്റ്റിൽപ്പെടുന്നവരാണ്. പിന്നെ കൃത്യമായി അസുരഗണത്തിൽപ്പെട്ട ആളുകളുമായിരിക്കും ബാക്കിയുള്ള പൊരുത്തമില്ലാത്ത ആൾക്കാർ. രേവതി ഒരു ദേവഗണമാണ്. അതുകൊണ്ട് തന്നെ പൊരുത്തമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അസുരഗണത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും ഇവരുടെ കാര്യം അല്പം പുറകോട്ട് തന്നെ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഇവിടെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേവതിക്കാർക്ക് വളരെയധികം ഏതൊരു ആഘോഷവും വളരെ നന്നായിട്ട് കൊണ്ടുപോകാമെന്നാണ്. പിന്നെ ഇവരുടെ ചില ജന്മയോഗങ്ങളുടെ തകരാറുകൾ കൊണ്ട് മാത്രമാണ് ചില കഷ്ടനഷ്ടങ്ങൾ ഇവർക്ക് അനുഭവിക്കേണ്ടി വരിക. അപ്പോൾ പിന്നെ ഈ രണ്ടാമത് ഇവരുടെ സ്വന്തം സ്വഭാവം, ലളിതമായി ജീവിക്കണമെന്നുള്ള ഇവരുടെ ഒരു സ്വന്തമായ സ്വഭാവം കൊണ്ടും പണത്തോട് ആർത്തി കുറവുള്ളതുകൊണ്ടും ഇവർക്ക് ജീവിതത്തിൽ വിജയം നേടാനാകുന്നില്ല. സ്വന്തം തീരുമാനങ്ങൾ കാരണം തന്നെയാണ് രേവതി നക്ഷത്രം താഴേക്ക് പോകുന്നത്. ഇതും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാ മാസവും ഇവർക്ക് നല്ലതാണ്. പ്രത്യേകിച്ച് അപകടങ്ങളൊന്നും രേവതി നക്ഷത്രക്കാർക്ക് വരാറില്ല. പ്രത്യേകിച്ച് അപകട പ്രശ്നങ്ങളിൽ നിന്ന് ഇവർ രക്ഷപ്പെടുകയാണ് കാരണം ചെയ്യുന്നത്. ദേവഗണമാണ്, എല്ലാവരും അംഗീകാരം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏത് അവകാശവേളയിൽ ഇവർ ശ്രദ്ധിക്കപ്പെടും. ഇവരുടെ നല്ല സമയങ്ങളിലാണെങ്കിൽ സമയദോഷം എല്ലാവർക്കും ഉണ്ട്. അപ്പം ഇവരുടെ നല്ല സമയത്താണ് ഇവർ ഒരു പ്രവൃത്തി എന്നെങ്കിൽ ഇവർ തന്നെയാണ് അവിടുത്തെ സ്റ്റാർ രേവതി നക്ഷത്രത്തിൽ. കാരണം എല്ലാവർക്കും പൊരുത്തമുള്ളതുകൊണ്ട് ഇവരുടെ പ്രവൃത്തിയാണ് ഫസ്റ്റ് വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ മാസഫലം ഇവിടെ കഴിയുകയാണ്. ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് ഈ മാസഫലത്തിൻ്റെ വരുന്നത്. സെപ്റ്റംബർ മാസത്തിൻ്റെ ഫലമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഓഗസ്റ്റിലാണ്. സെപ്റ്റംബർ മാസം കഴിയുമ്പോൾ സെപ്റ്റംബർ മാസത്തിൻ്റെ പകുതിയിലെത്തുമ്പോൾ നമ്മൾ അടുത്ത മാസത്തിൻ്റെ വീഡിയോ ഇടും. അപ്പോൾ ഇനിയും തുടർന്ന് ജ്യോതിഷത്തിൻ്റെ വീഡിയോകൾ വരുന്നതാണ്, കോമഡി വീഡിയോകൾ വരുന്നതാണ്, യോഗയുടെ വീഡിയോകൾ വരുന്നതാണ്, അതുപോലെ ഹിന്ദിയുടെയും ഇംഗ്ലീഷിൻ്റെയും ക്ലാസ്സുകളുടെ വീഡിയോ വരുന്നതാണ്, മറ്റ് ഇതര വീഡിയോകളും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണാഘോഷവും ആശംസിക്കുന്നു. നല്ലൊരു സെപ്റ്റംബർ മാസവും ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനലിലേക്ക് വരുന്ന ആളുകൾ ഈ ചാനൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക.